വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഇന്നലെ വന്നതിന് ശേഷം മുമ്പോട്ട് കയറി പോയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് പോവുകയാണെങ്കിൽ എവിടെ വരെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഇന്നലത്തെ ഒരു ഹൈനെ ആയിരിക്കും മാർക്കറ്റ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത് ആയിട്ട് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ആയിരിക്കും. ആ ഒരു ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്കാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ്, അതായത് ഇവിടെ വരുന്ന ഈ ക്യാൻഡിൽസിന്റെ ലെവലിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പച്ച ക്യാൻഡിലിന്റെ ലോയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. 112,961 ആൻഡ് 114,071. അടുത്തത് 115,181, 116,136. ഇനി അടുത്ത റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് 119,527 ആൻഡ് 120,636. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓൾ ടൈം ഹൈ ആണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഏറെക്കുറെ അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തത് വരാൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവലിലേക്കാണ്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ലെവലിനെ ഓൾറെഡി നമ്മൾ ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, അത്യാവശ്യം മോശമില്ലാത്തൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്നൊരു പക്ഷെ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് വീണ്ടും പോവാം. പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഴ്ച, താഴേക്ക് വരുന്ന വീഴ്ചയിൽ എന്തെങ്കിലും റിവേഴ്സൽ പാറ്റേണോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് റീടെസ്റ്റ് വന്ന് വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അടുത്ത് പറയുന്നത് ഈ ഒരു നമ്മളിപ്പോ നേരത്തെ വരച്ച 50 മിനിറ്റ്സിന്റെ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ അത്യാവശ്യം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് ഒരു സാധ്യത കാണുന്നത്. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അതിലൊന്നാമത്തെ ഒരു ഏരിയയാണ് ഇവിടെ, രണ്ടാമത്തെ ഏരിയയാണ് ഇവിടെ 50 മിനിറ്റ്സിന്റെ. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് അത് പ്രകാരം ട്രേഡ് എടുക്കാൻ നോക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്.